ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പല്ലവിയുടെയും സേതുവിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്ദ്രനെ ചോദ്യം ചെയ്യുകയാണ് പോലീസുകാരൻ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞ പല്ലവി എവിടെയാണെന്ന് നിനക്കറിയാം? അയ്യോ മേഡം, സത്യമായിട്ട് എനിക്കറിയാൻ പാടില്ല. ഞാൻ അമ്മയെ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അപ്പോഴേക്കും നമ്മുടെ രാജലക്ഷ്മി പറഞ്ഞു, അതേ പോലീസ്, ശോഭ ഫോൺ ചെയ്തപ്പോഴാണ് ഞാൻ പോലും ഇത് അറിയുന്നത്. പിന്നെ പല്ലവിയെ വേഗം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥനയായിരുന്നു. എന്തൊക്കെയായാലും അവളെൻ്റെ ഒരേ മരുമകളല്ലേ പോലീസ് എന്നുള്ള വിളി കേൾക്കുമ്പോൾ തന്നെ ഇറിറ്റേഷനാണ് കേട്ടോ. തള്ളയും മോനും കൂടെ ഒരുപാട് അങ്ങോട്ട് അഭിനയിക്കല്ലേ. പല്ലവി എവിടെയുണ്ടെന്ന് നിൻ്റെ മകൻ അറിയാം. ഇവൻ്റെ മുഖം അത് പറയുന്നുണ്ട്. ഇവൻ പറയും, ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഓഹോ, പോലീസുകാരി ഒരു ഒന്നൊന്നര പോലീസുകാരി കേട്ടോ. എന്നെ പോക്കോ അല്ലേ, ശരിക്കും കൈയൊക്കെ ആണുങ്ങളെ പോലെയൊക്കെ തോന്നുന്നു. അപ്പം മര്യാദയ്ക്ക് സത്യം ചെയ്തങ്ങ് പറ മോനെ എന്ന് പറഞ്ഞപ്പോഴേക്കും സത്യം ചെയ്യലും കാട്ടിൽ പിടിക്കലും ഒക്കെ ഇവിടുത്തെ സെർച്ച് കഴിഞ്ഞാകാം. പല്ലവി എവിടെ നിന്ന് കിട്ടിയ പിന്നെ സത്യം ചെയ്യാൻ പോയിട്ട് ചോറ് തിന്നാൻ പോലും നിൻ്റെ ഈ കൈ പൊങ്ങില്ല എന്ന് ഇന്ദ്രനോട് പറയുകയാണ്. പല്ലവി ഇവിടെ നിന്ന് കിട്ടില്ല എന്ന് ഇന്ദ്രനെ നന്നായിട്ട് അറിയാലോ. പോലീസുകാരികളോട് പറഞ്ഞ് നന്നായിട്ട് സെർച്ച് ചെയ്തോളാം. അപ്പോഴേക്കും നമ്മുടെ ഈ അമ്മ ഇന്ദ്രനോട് കണ്ണും കൈയും ചോദിക്കുകയാണ്, അവിടെ ഇവിടെ വല്ലതും ഉണ്ടോടാ? അപ്പോൾ ഇല്ല കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ണടച്ചൊക്കെ കാണിക്കുക. അപ്പോഴേക്കും പോലീസുകാർ ചോദിച്ചു, എന്താ കണ്ണും കലാശമൊക്കെ? അതേ കണ്ണി പൊടി വീണ് ഞങ്ങളതേ തട്ടിക്കളഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാജലക്ഷ്മിയുടെ ഓരോ ആക്ഷനൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ചയാണ്. എന്തായാലും പോലീസുകാർ മൊത്തം തപ്പുവാണ് അതിനകത്തൂടെ കയറി. പക്ഷേ തപ്പലൊക്കെ വെറുതെ ആയി പോയി എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് പോലീസുകാരുടെ തപ്പൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ രാജലക്ഷ്മി ഈ SIയോട് പറഞ്ഞു, അതേ പോലീസേ, കുടിക്കാൻ ചായ എടുക്കട്ടെ. അപ്പോഴേക്കും പോലീസുകാരെ നോക്കി പിടിപ്പിക്കുക. വേണ്ടെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് രാജലക്ഷ്മി അങ്ങ് പോവുകയാണ്. അവസാനം പോലീസുകാർ അന്വേഷിച്ച് മടുത്ത് തിരിച്ചു വന്നു. പല്ലവി ഇവിടെ എങ്ങും ഇല്ല മേഡം. അപ്പോഴേക്ക് രാജലക്ഷ്മി പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൾ ഇവിടെ ഇല്ലയെന്ന്. വെറുതെ ഈ പോലീസുകാരെയൊക്കെ ബുദ്ധിമുട്ടിച്ച് എന്താ മേഡം ഇത്? അപ്പോഴേക്കും പോലീസുകാർ പറഞ്ഞു, പല്ലവി ഇവിടെ ഇല്ല, പക്ഷേ എവിടെയുണ്ട് അത് നിങ്ങളുടെ മോന് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. രാജലക്ഷ്മിയാണ് അന്തം വിട്ട് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക. ഇന്ദ്രൻ്റെ അരികിലേക്ക് പോലീസുകാർ നടന്നു ചെന്നു. ഇന്ദ്രൻ ഒരു കൂസലും ഇല്ലാതെ കേട്ടോ നിൽക്കുന്നത്. എന്താ ഇന്ദ്ര, അപ്പോൾ പോവല്ലേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഇന്ദ്ര? അപ്പം ഇന്ദ്രൻ പറഞ്ഞു, അല്ല, അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല മാഡം. നിനക്കറിയാമെന്ന് എനിക്കറിയാലോ. അത് നിൻ്റെ കണ്ണുകളിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. എടാ ഇന്ദ്ര, ഒന്ന് കണ്ണടച്ച് പിടിക്കടാ. നിൻ്റെ കണ്ണിനകത്ത് വെറുതെ എന്തിനാ പോലീസുകാരൻ നിനക്ക് സംശയിക്കുന്നത്? കണ്ണടക്കടാ എന്നും പറഞ്ഞ് രാജലക്ഷ്മി വൃത്തോണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്ക് SI ദേഷ്യത്തോടു കൂടി രാജലക്ഷ്മിയെ നോക്കി, പല്ലവിയെ ഒരുപാട് തവണ നീ ഉപദ്രവിക്കാൻ ശ്രമിച്ചല്ലേടാ. അതുകൊണ്ട് തന്നെ അവളെ കാണാതായതിന് പിന്നിൽ നീ തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോഴേക്കും നമ്മുടെ രാജലക്ഷ്മി വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, പണ്ടത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ഇപ്പോഴും അവളെ കാണാതെ പോയതിന് എൻ്റെ മോനാണ് കുറ്റക്കാരെന്നൊന്നും പറയരുത്. നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ? ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാൽ തെളിവൊക്കെ താനെ ഇവൻ്റെ വായിൽ നിന്ന് വരും. ഇല്ലെങ്കിൽ വരാനുള്ള വഴിയൊക്കെ ഞങ്ങൾക്ക് പോലീസുകാർക്ക് നന്നായിട്ട് അറിയാം. ഇന്ദ്രനെ എന്തായാലും പോലീസ് പൊക്കിക്കൊണ്ട് പോയി. രാജലക്ഷ്മി ആണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സേതുവും പല്ലവിയുമാണ് കേട്ടോ. കോളേജിലെ റൂമാണ് കാണിക്കുന്നത്. ചാടിക്ക് കൈയും കൊടുത്ത് പല്ലവി ഇങ്ങനെ ഇരിക്കുകയാണ്. സേതുവും കുറേ നേരം മഴയൊക്കെ നോക്കി നിന്നു. അതിനുശേഷം താഴെ വെച്ചിരിക്കുന്ന മെഴുകുതിരി എടുത്ത് നമ്മുടെ പല്ലവി ഇരിക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുക കേട്ടോ. അവളുടെ തലമുടി കത്തിപ്പിടിക്കാനാണോ എന്തോ, അത്രയ്ക്ക് അടുത്താണ് അവൻ കൊണ്ടുവെക്കുന്നത്. പല്ലവിയുടെ മുഖം മെഴുകുതിരി വെട്ടത്തിൽ വ്യക്തമായിട്ട് കാണാം. പല്ലവിയുടെ ആ ഇരിപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സേതു ചോദിച്ചു, താൻ എന്താ ആലോചിക്കുന്നത്? നാളെ പുറത്തിറക്കുമ്പോൾ വീട്ടുകാരൊക്കെ എന്ത് പറയുന്ന ആലോചിക്കുകയാണോ? അതൊന്നുമല്ല. എനിക്ക് എന്നെ വിശ്വാസമുള്ളിടത്തോളം മറ്റുള്ളവരുടെ വാക്കിന് ഞാൻ ചെവി കൊടുക്കാറില്ല സേതു ഏട്ടാ. പിന്നെ ഇത് അബദ്ധത്തിൽ സംഭവിച്ചു പോയതല്ലേ, അല്ലാതെ നമ്മൾ മനഃപൂർവ്വം അകത്ത് കയറി കഥ കടച്ചതൊന്നും അല്ലല്ലോ. അത് പറഞ്ഞാൽ മനസ്സിലാകും. എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ നിൽക്കും. പിന്നെ അമ്മ എന്തെങ്കിലുമൊക്കെ പറയായിരിക്കും. അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും പല്ലവിയെ നാളെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. അതിനു മുമ്പ് നമ്മുടെ ഇതിനകത്തുനിന്നൊന്ന് പുറത്തിറങ്ങണ്ടേ എന്ന് പല്ലവി ഇങ്ങനെ ചോദിക്കുകയാണ്. കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും വന്ന് വാതിൽ തുറക്കുമായിരിക്കും അല്ലേ എന്ന് സേതു പറയുക. പക്ഷേ പല്ലവിക്ക് ആ പ്രതീക്ഷയില്ല. പല്ലവിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോഴേക്കും സേതു പറഞ്ഞു, പല്ലവി വേണമെങ്കിൽ കിടന്നോ, നേരം വെളുക്കാൻ ഇനിയും സമയമുണ്ട്, കിടന്നോ. അങ്ങനെ പല്ലവി അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങുകയാണ്. കിടന്നില്ല. അപ്പോൾ സേതുവേട്ടൻ ഉറങ്ങുന്നില്ലേ എന്നൊന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഉറക്കം വരുന്നില്ല, പല്ലവി ഉറങ്ങിക്കോ. അങ്ങനെ പല്ലവി പതുക്കെ കണ്ണങ്ങട് മയങ്ങി. സേതു ഇങ്ങനെ മെഴുകുതിരി വെളിച്ചത്തിൽ ഉറങ്ങുന്ന പല്ലവിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്തായാലും പോലീസ് സ്റ്റേഷനിലാണ് നമ്മുടെ പല്ലവിയുടെ വീട്ടുകാരും ഇന്ദ്രൻ്റെ വീട്ടുകാരും, ഇന്ദ്രനും ഇന്ദ്രൻ്റെ അമ്മയും ഒക്കെ പോലീസ് സ്റ്റേഷനിലുണ്ട്. അതുപോലെ തന്നെ പല്ലവിയുടെ അച്ഛനും, പല്ലവിയുടെ അച്ഛനും പല്ലവിയുടെ അമ്മയും അവിടെയുണ്ട്. രണ്ടുപേരും അടുത്തടുത്താണ് ഇങ്ങനെ നിൽക്കുന്നത്.
രാജലക്ഷ്മി ശോഭയും കൂടെ ഇടയ്ക്കിടയ്ക്ക് പരസ്പരം നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ പറയാൻ മുട്ടി നിൽക്കുക. ഡേ എൻ്റെ മോനെ കുറ്റവാളിയായി ഇങ്ങടെ നിർത്തിയപ്പം നിനക്ക് സന്തോഷമായോ? അപ്പോൾ ശോഭ പറഞ്ഞു, എൻ്റെ മോളെ കാണാതായതിൻ്റെ പിന്നിൽ ഇവനുണ്ട്, അതുകൊണ്ട് തന്നെ ഇവനെവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അടക്കി പിടിച്ച പോലെയാണ് രണ്ടും കൂടെ സംസാരിക്കുന്നത്. എൻ്റെ മോളെ ഇവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ പിന്നെ രാജലക്ഷ്മിക്ക് ഇവനെ കാണണമെങ്കിൽ ഫോട്ടോ നോക്കേണ്ടി വരും. അപ്പോൾ രാജലക്ഷ്മി എടി ഒരടിയും വേണ്ട. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അമ്മേ ഇവരോട് മിണ്ടായിരിക്കാൻ പറ, പോലീസ് സ്റ്റേഷനാണെന്ന് ഞാൻ നോക്കില്ല. അപ്പോഴേക്കും ഇന്ദ്രൻ്റെ സൗണ്ട് ഇച്ചിരി പൊങ്ങിപ്പോയി. അപ്പോഴേക്കും പോലീസുകാരെ ഒച്ച വെച്ചു, ഇവിടെ കിടന്ന് ബഹളം വെച്ചാൽ പൊക്കിയെടുത്ത് ലോക്കപ്പിലിടും തന്നെ എന്നും പറഞ്ഞിട്ട് പോലീസുകാരൻ. അപ്പോഴേക്കും ഇന്ദ്രൻ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ്. എന്താടാ ചറയുന്നേ എന്ന് പോലീസുകാരൻ ചോദിച്ചപ്പോഴേക്കും രാജലക്ഷ്മി ഇന്ദ്രനോട് പറഞ്ഞു, മോനെ വേണ്ട, പ്രശ്നത്തിലൊന്നും പോകണ്ട, നിൻ്റെ നിരപരാധിത്വം തെളിയും, നിന്നെ എനിക്കറിയാം. അപ്പോഴേക്കും നമ്മുടെ ശോഭ പറഞ്ഞു, നിനക്ക് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഇവൻ്റെ സ്വഭാവം അറിയാം, പക്ഷേ ഞങ്ങളതറിയാൻ ശ്രമിച്ചില്ല, അതായിരുന്നു ഏറ്റവും വലിയ പാളിച്ച നിങ്ങൾക്കല്ല, അയ്യോ ഞങ്ങൾക്കാണ് സംഭവിച്ചത്. അപ്പോൾ ആ ഒരു കൊച്ചല്ലേ, അതിന് ജീവിതം കിട്ടുവാണെങ്കിൽ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു രാക്ഷസിക്ക്. പക്ഷെ ആ രാക്ഷസി വീട്ടിലേക്ക് കെട്ടിയോനെ കഴുത്തറിക്കാൻ മടിക്കാത്തവളാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അവൾ ഇറങ്ങിപ്പോയത് എൻ്റെ കുഞ്ഞിൻ്റെ തലക്കടിച്ചിട്ടാ, അറിയോ? കുഞ്ഞിൻ്റെ അല്ല, തള്ളയുടെ തല പൊട്ടിക്കണമായിരുന്നു. നിങ്ങൾക്ക് അത് ആവശ്യമാണ് എന്നും പറഞ്ഞിട്ട് ശോഭ രണ്ടും കൂടെ നിന്ന് അടിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കുകൾക്കൊണ്ട്. ഈ ഒച്ചപ്പാടും ബഹളവും കേട്ടുകൊണ്ടാണ് SI അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഇവിടെ എന്താണോ ഇത് എന്ന് പോലീസുകാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും SI ചോദിച്ചു. രണ്ടും കൂടെ ബഹളം കേൾക്കുകയാണ്. രണ്ടുപേരും കൂടെ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുക. പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല സാറേ എന്ന് പോലീസുകാരൻ ഇങ്ങനെ പറയുക കേട്ടോ. എൻ്റെ മോനെ ചുമ്മാ കുറ്റപ്പെടുത്തി ഞാൻ കേട്ടുകൊണ്ട് നിൽക്കത്തില്ല, അത് പോലീസ് സ്റ്റേഷനല്ല, എവിടെയാണേലും ഞാൻ ഇടപെടും. അപ്പോഴേക്കും ശോഭ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ ഇവരുടെ കാരണം നോക്കി 2 എണ്ണം പൊട്ടിക്ക്. അപ്പോൾ ശോഭയോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരുന്നേ. അങ്ങനെ ശോഭ അവിടെ ഇരുന്നു. രാജലക്ഷ്മി ഇന്ദ്രനോട് പറഞ്ഞു, മോനെ നീ ഇവരുടെ വിരട്ട് കണ്ടൊന്നും പേടിക്കാൻ നിൽക്കേണ്ട, നിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്ന് ഈ അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, നിൻ്റെ കൂടെ നിൻ്റെ അമ്മയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് കൊടുക്കുക. അപ്പോഴേക്ക് SI ചിരിക്കുക. അമ്മയ്ക്ക് മാത്രമേ ഇവന് വിശ്വാസമുള്ളൂ, പക്ഷേ എനിക്കില്ല. പല്ലവിയെ കാണാതായതിന് പിന്നിൽ എനിക്കിവനെ തന്നെയാണ് സംശയം. അപ്പോഴേക്കും നമ്മുടെ ഇന്ദ്രൻ പറഞ്ഞു, അയ്യോ മാഡം വെറുതെ എന്നെ തെറ്റിദ്ധരിക്കുക, നിയമപ്രകാരം പല്ലവി ഇപ്പോഴും എൻ്റെ ഭാര്യയല്ലേ, അപ്പോൾ അവളെ അപകടപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ഞാൻ ശ്രമിക്കുമോ? ഇന്ദ്ര നീ അങ്ങോട്ട് ഒരുപാട് നല്ല പിള്ളയാമല്ലേ അയ്യോ നീ എന്താണ് എന്നും നിൻ്റെ സ്വഭാവം എന്താണ് എന്നും പല്ലവി ആദ്യം പറഞ്ഞതേ എന്നോടാ. നിൻ്റെ വീട്ടിൽ നിന്ന് പല്ലവി ഇറങ്ങിയ ദിവസം അവൾ ആദ്യം വന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഇങ്ങോട്ട് നേരെ വന്നു. അന്ന് പല്ലവി ഇവിടെ നിൻ്റെ പേരിൽ എഴുതി തന്ന ഒരു പരാതി, ഞങ്ങൾക്ക് തന്ന സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാം ഇപ്പോഴും ഇവിടെ ഉണ്ട്. നിനക്ക് കാണണോ? ഇവർ രണ്ടുപേരും പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ. മറ്റൊരു കോൺസ്റ്റബിളിനോട് പറഞ്ഞു, അതെടുത്ത് കാണിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു. ആ പരാതിയുടെ ഫയലെടുത്ത് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ദ്രനൊക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. തള്ളയും മോനും കൂടെ ഒരുപാട് വളച്ചെടുക്കൽ പിന്നെ ബാക്കി വെച്ചേക്കില്ല ഞാൻ. SI ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേറൊരു പോലീസുകാരൻ വന്നു കേട്ടോ. സൈബർ സെല്ലിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പല്ലവിയുടെ ഫോണിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് കോളേജിൽ തന്നെയാണ്. അപ്പോൾ പല്ലവി ഇപ്പോഴും കോളേജിലുണ്ടെന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ എന്ന് SI പറഞ്ഞപ്പോഴേക്ക് രാജലക്ഷ്മി പറഞ്ഞു, ഇപ്പം മനസ്സിലായില്ലേ എൻ്റെ മോൻ നിരപരാധിയാണെന്ന് ഇപ്പം മനസ്സിലായോ? എന്തായാലും പോലീസുകാരും രാജലക്ഷ്മി, ഇന്ദ്രനും പല്ലവിയുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി കോളേജിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. രാജലക്ഷ്മി അഹങ്കാരത്തോടു കൂടിയാണ്, അവളെ കൈയോടെ ഇങ്ങ് പിടിച്ചു കൊടുക്കണം, എൻ്റെ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇവരെ കൊണ്ടും ഇവർ മനസ്സിലാക്കി കൊടുക്കണം എന്നൊരു ധാർഷ്ട്യമാണ് അവരുടെ ആ ഒരു നടത്തത്തിലും മുഖഭാവത്തിലും ഒക്കെ. എന്തായാലും പോലീസുകാർ വന്നു. സതീശൻ ചേട്ടൻ അന്നേരം ചോദിച്ചു, സതീശൻ ചേട്ടൻ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾ ഇവിടുത്തെ സ്റ്റാഫാണോ? അതെ. അല്ല നിങ്ങളുടെ പേരെന്താ? സതീശൻ. സതീശാ, ഞങ്ങൾക്ക് ഈ കോളേജ് ഒന്ന് സെർച്ച് ചെയ്യണം. അയ്യോ അതിനെന്താ മേഡം, സെർച്ച് ചെയ്തോളൂ. പെട്ടെന്ന് തന്നെ ഇന്ദ്രനെ നോക്കുവാണ് സതീശൻ. എന്തായാലും സതീശനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയി ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഓരോ സെക്ഷൻ ഓപ്പൺ ചെയ്ത് പോലീസുകാർ ഇങ്ങനെ നോക്കുക. അങ്ങനെ ഒരു റൂം തുറന്നു കഴിഞ്ഞപ്പോഴേക്കും പല്ലവിയുടെ ബാഗ് കിട്ടിയിട്ടോ. പല്ലവിയുടെ ബാഗ് ഇവിടെ ഉണ്ടെന്ന് കണ്ടോ ആകെ സങ്കടപ്പെട്ട് പല്ലവിയുടെ അമ്മ. പല്ലവി അതിനകത്ത് കണ്ടില്ലല്ലോ. ആ ബാഗ് എടുത്ത് പിടിച്ച് അയ്യോ എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ സതീശൻ ചേട്ടനും ഇന്ദ്രനും കൂടെ പരസ്പരം ഇടയ്ക്ക് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സതീശൻ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോലീസുകാർ വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഓരോ റൂമും തുറന്നു നോക്കാനായിട്ട്. ഇതേ സമയം പല്ലവിയും സേതുവും കൂടി ആ മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. റേഞ്ച് ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കുക.
എന്തായാലും ആ ഒരു സമയത്ത് പുറത്ത് ഡോറ് തുറക്കുന്ന ഒരു സൗണ്ട് കേട്ട് പല്ലവിയും സേതും കൂടി ആരോ വന്നു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി ഓടി ചെല്ലുവാണ് രണ്ടുപേരൂടെ. എന്തായാലും രണ്ടുപേരോട് ഒരുമിച്ച് ഇറങ്ങി വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ പോലീസുകാരും പല്ലവിയുടെ അമ്മയും എല്ലാവരും ഉണ്ടല്ലോ. ആദ്യം ഇവരൊന്ന് അന്താളിച്ചു പോയി. മാത്രമല്ല സേതുവിനെയും പല്ലവിയെയും ഇങ്ങനെ കണ്ട് ബാക്കി എല്ലാവരും പെട്ടെന്ന് ഞെട്ടി ഇങ്ങനെ നിൽക്കുക. പല്ലവി മാത്രം ഉണ്ടാവുന്ന വിചാരിച്ച സേതു കൂടെ ഉണ്ടാവുന്ന ആരും വിചാരിച്ചില്ല. കുറച്ച് നേരം എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. അപ്പോഴേക്കും സതീശൻ ചേട്ടൻ ഒന്നും അറിയാത്ത മട്ടിൽ ഇതപ്പോഴാ രണ്ടും കൂടെ ഇതിനകത്ത് കയറിയത്, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് പുറത്ത് വെച്ചായി കൂടായിരുന്നോ? അപ്പോഴേക്കും സതീശേട്ട അനാവശ്യം പറയരുത് എന്ന് പല്ലവി. ഞങ്ങൾ ഇതിനകത്ത് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ആരാ വന്ന് ലോക്ക് ചെയ്തത് എന്ന് ചോദിക്കുക. അടക്കി പിടിച്ച് സംസാരിച്ചാൽ അകത്താളുണ്ടെന്ന് എങ്ങനെ അറിയും ടീച്ചറെ? അല്ലെങ്കിൽ നിങ്ങൾ ആരും കാണാതെ ഏതെങ്കിലും മൂലയിരുന്ന് രഹസ്യമായിട്ടായിരിക്കും സംസാരിച്ചത്. അപ്പോഴേക്കും സേതുവിന് ദേഷ്യം വന്നു. മിണ്ടാതിരിയടോ എന്ന് സേതു. അപ്പോഴേക്കും രാജലക്ഷ്മി വെറുതെ ഈ പാവത്തിനോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? നിൻ്റെ ഇവളുടെയും കള്ളത്തരമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോഴേക്കും പല്ലവിയുടെ അമ്മയൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. അയ്യോ അവൾ നിൽക്കുന്ന കണ്ടില്ലേ, അവളുടെ രാവുകൾ സിനിമയിലെ പോസ് പോലെ മോള് നിൽക്കണം നിപ്പ് കണ്ടാ എന്നൊക്കെ പറയാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ബോധ്യമായോ ഇവളും ഇവനും ഇഷ്ടത്തിലാണ് എന്ന്? നിങ്ങൾക്ക് ബോധ്യമായോ? ഇവൻ്റെ കൂടെ പൊറുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എൻ്റെ ചെറുക്കൻ്റെ തലയും തല്ലി പൊളിച്ചിട്ട് ഇവളവിടെ നിന്ന് ഇറങ്ങിയത്. ഇവന് ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മോനെ ഈ വിഴുപ്പിനെ ചുമക്കേണ്ടി വരുമായിരുന്നു. ആഹാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ അറയ്ക്കുന്ന വാക്കുകളാണ് കേട്ടോ. അയ്യോ മകളെക്കുറിച്ച് എന്തൊക്കെ വീരവാദാ പറഞ്ഞത്. എൻ്റെ മോള് നല്ല മോളാ, അവളെപ്പോലെ ഒരു മകളെ കിട്ടുന്നത് ഞങ്ങളുടെ പുണ്യവാ. ഇപ്പം കണ്ടില്ലേ പുണ്യമതി കാമുകൻ്റെ ഷർട്ട് വിട്ടുകൊണ്ട് നിൽക്കുന്നത്. തലയും കുനിച്ച് പിടിച്ച് പല്ലവിയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ നിൽക്കുക. ഷർട്ട് പോലും ഇപ്പം എടുത്തിട്ടതായിരിക്കില്ലേ സൗണ്ട് കേട്ടപ്പോൾ എന്ന് പല്ലവി പറയണ. പല്ലവിയെക്കുറിച്ച് രാജലക്ഷ്മി പറയണ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അന്തം വിട്ടുപോയി സേതുവും പല്ലവിയും കൂടെ. പോലീസുകാരിക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? പോലീസുകാരിക്ക് ഇപ്പോൾ മനസ്സിലായോ എൻ്റെ മോൻ പഞ്ചപാവമാണെന്ന്, നിരപരാധിയാണെന്ന്? അയ്യോ എന്തായാലും എൻ്റെ മോൻ ഇവരെ രണ്ടുപേരും കയറ്റി ഇതിനകത്ത് ഒളിപ്പിക്കുമൊന്നുമില്ലല്ലോ. അപ്പോൾ പോലീസുകാരി പറഞ്ഞു, പല്ലവി നിങ്ങൾ എങ്ങനെ ഇതിനകത്ത് പെട്ടത്? പറയാം മാഡം, നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് പല്ലവി. ഇതേ പോലീസ് ഇവള് പറയുന്നൊന്നും വിശ്വസിച്ചേക്കല്ലോ കേട്ടോ. നമ്മളെ പറ്റിക്കാൻ ഇവൾ പല കഥകളും പറയും. ഇവളെ പഠിച്ച കള്ളിയാ. അപ്പോൾ സേതു പറഞ്ഞതേ പല്ലവിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിവരം അറിയും. കണ്ട ഇവൻ ചീർന്ന് കണ്ട, ഇവൻ്റെ മനസ്സിൽ എന്താന്നിപ്പോൾ മനസ്സിലായല്ലോ. ഇതാ ഇവൻ ചീർന്നത്. ചീറുക മാത്രമല്ല, ഇനി പല്ലവിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ കാരണം ഞാൻ തല്ലിപ്പൊളിക്കും. അപ്പോഴേക്കും രാജലക്ഷ്മി പറഞ്ഞു, നീ തല്ലാൻ വന്നാൽ എൻ്റെ കൈപ്പൊളി പറിക്കാൻ പോവല്ലേ? അയ്യാടാ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നിന്ന് ന്യായീകരിക്കുന്നോ എന്നൊക്കെ രാജലക്ഷ്മി ചോദിക്കുക. എടാ ഇവളുണ്ടല്ലോ, ഇവള് കള്ളത്തരത്തിന് കൈയും കാലും വാലും വെച്ച പെണ്ണായത്. ഇവളിനി പലരെയും വിളിച്ച് മുറിക്കകത്ത് കയറ്റും. അപ്പോഴേക്കും മാഷൊക്കെ തലയും കുനിച്ച് പിടിച്ച് മാഷും ശോഭയും ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവർക്ക് മുന്നിലേക്ക് രാജലക്ഷ്മി ചെന്നു. എന്താ തള്ളയ്ക്കും തന്തയ്ക്കും ഒന്നും പറയാനില്ലേ? മോളെ എന്തേലും പറഞ്ഞാൽ എൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കാൻ വരുമല്ലോ. ഈ കാഴ്ച കണ്ടിട്ട് നിങ്ങൾക്കൊന്നും പിടിക്കാൻ തോന്നുന്നില്ലേ? മാഷും ശോഭയും തലയും കുനിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുക. നിങ്ങൾ പിടിക്കില്ല, നിങ്ങൾക്കറിയാം നിങ്ങളുടെ മോള് കാണിച്ചത് ശുദ്ധ പോക്കൃത്തരമാണ് എന്ന്. നിങ്ങളുടെ മോള് വൃത്തികെട്ടവളാണെന്ന് നിങ്ങൾക്കറിയാം. എന്തായാലും മോളെ നിങ്ങൾ വളർത്തിയതിൻ്റെ ഗുണം മോള് കാണിച്ചു. ഇതിനു മുമ്പ് ഇവൾ എവിടെയൊക്കെ കയറി കഥ കടച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? അമ്മേ ഇവർ പറയുന്നത് പോലെയൊന്നും അല്ല, ഞങ്ങൾ അബദ്ധത്തിൽ ഇതിനകത്തായി പോയതാ. അപ്പോഴേക്കും നമ്മുടെ പല്ലവിയുടെ അമ്മ ദേഷ്യത്തോടെ പല്ലവി ഇങ്ങനെ നോക്കുക. അതുകൊണ്ട് ടീച്ചറെ കള്ളത്തരങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റി എന്ന് സതീശൻ. ശരി, അബദ്ധത്തിൽ ഇതിനകത്ത് പെട്ടു എന്ന് തന്നെ വെച്ചോ. നിങ്ങൾക്ക് എന്നെ ഒന്ന് ഫോൺ ചെയ്തുകൂടായിരുന്നോ? അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്കൊന്ന് വിളിക്കാമായിരുന്നല്ലോ. നിങ്ങളെന്താ അങ്ങനെ ചെയ്യാതിരുന്നത്? ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോണിൽ നിന്നും കോളൊന്നും പോകുന്നില്ലായിരുന്നു. അയ്യോ ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടേ എന്ന് സതീശൻ. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, സേതു ഇവിടേക്ക് വന്നത് ഇവൻറ്റിന് വേണ്ടി മാത്രമല്ല അല്ലേ? ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ട് കൂടിയാ. അതാ പല്ലവി ടീച്ചർ വിളിച്ച് മുറി കയറ്റാനായിട്ട് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിന്നതല്ലേ? അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, ഞങ്ങളുടെ മനസ്സിലും മറ്റൊരു ഉദ്ദേശമില്ലായിരുന്നു. ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കണം. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, എനിക്ക് എൻ്റെ പല്ലവിയെ വിശ്വാസമാണ്. പല്ലവി വന്നാൽ ഇപ്പം തന്നെ പല്ലവിയെ ഞാൻ വീട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറാ. പല്ലവിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇനിയിപ്പോൾ എല്ലാവരും കൂടി തന്നെ നിർബന്ധിച്ച് ഇവൻ്റെ കൂടത്തിൽ പറഞ്ഞു വിടുന്നു പല്ലവിക്ക് മനസ്സിലായി. കാരണം ഇയാൾ ഇത്രയധികം ഇതിൽ പറയുമ്പോൾ എന്തായാലും താൻ നിഷ്കളങ്കയാണെന്ന് ഇയാൾക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് ഇയാളിങ്ങനെ പറയുന്നതെന്നും പല്ലവിക്ക് അറിയാം. അപ്പോൾ എന്തായാലും പല്ലവി എന്തായിരിക്കും തീരുമാനം എടുക്കുക? ഇതൊക്കെ അറിയണമെങ്കിലേ വൈകിട്ടത്തെ പ്രമോ കാണണം.
നാളത്തെ എപ്പിസോഡിലാണ് ബാക്കി കാര്യങ്ങൾ. നാളെ എപ്പിസോഡ് ഇല്ല കേട്ടോ. അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിലെ സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ രാവിലെയും അതുപോലെ ഇന്ന് വൈകിട്ടും വരുന്നുണ്ട്. കാത്തിരിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടി നിങ്ങളിലേക്ക് ഞാൻ ഇടുമ്പോൾ തന്നെ കഥ എത്തുള്ളൂ. അപ്പോൾ സി യു. ഓക്കെ, താങ്ക് യു.